കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താളിയാ, എന്തു പറയുന്നു നിങ്ങളുടെ മരുമകൻ? എന്നോട് ഡ്രസ്സ് എടുക്കാനാ പറയുന്നത്. ഞങ്ങളല്ലേ അഭിക്ക് വാങ്ങി കൊടുക്കേണ്ടത്. നിങ്ങളും ഞങ്ങളൊക്കെ വേർതിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ നമ്മളെല്ലാവരും ഒരേ കുടുംബമല്ലേ? അഭിമോന് ഇതുപോലെ തന്നെയാ പറഞ്ഞത്. നിങ്ങളവനെ നല്ല രീതിയിൽ തന്നെയാണ് വളർത്തിയിരിക്കുന്നത്. മറ്റുള്ളവരോട് ബഹുമാനം കാണിക്കാൻ അഭിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. വന്നാട്ടെ, എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനും ഒരുമിച്ച് തുണി സെലക്ട് ചെയ്യാം. അതൊക്കെ പോട്ടെ, പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് പോയടിയാ. അവരുടെ സെലക്ഷൻ തീരുമ്പോഴേക്കും ഇന്ന് പാതിരാത്രി ആവും. അതിനു മുമ്പ് നമുക്ക് രണ്ടുപേർക്കും സെലക്ഷൻ കഴിഞ്ഞ് ലഞ്ചും കൂടെ കഴിച്ചിട്ട് വരാം. വരൂ, വന്നാട്ടെ. വില എത്ര വന്നാലും പ്രശ്നമില്ല. കല്യാണപ്പുടവ ഭംഗിയായിരിക്കണം. കല്യാണത്തിന് വരുന്ന എല്ലാവരുടെയും മുമ്പിൽ എന്റെ മരുമകൾ സുന്ദരിയായിരിക്കണം. ഏത് സാരി ഇഷ്ടമായെന്ന് നോക്ക്. നിങ്ങളോടാ ചോദിക്കുന്നത്, അല്ലാതെ അപ്പുറത്ത് നിൽക്കുന്ന പാവയോടല്ല. ഏട്ടത്തി, അവൾക്ക് ഏത് കളറാ ഇഷ്ടം? ആര് കേടുത്തി? അതോ അഖില് കെട്ടാൻ പോകുന്ന പെണ്ണില്ലേ? ഓ, കാർത്തികയുടെ കാര്യാണോ? ഏട്ടത്തിയുടെ കൊച്ചു മരുമോളെന്ന് പറഞ്ഞാ പോരെ? അവൾക്ക് ഏത് കളറാ ഇഷ്ടം? എനിക്കറിയില്ല, ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. എടുത്ത് സാരി നോക്ക്. സാരി കാണിച്ചതാ. നിനക്ക് ഏത് കളർ സാരിയാ വേണ്ടത്? ഏതാണെങ്കിലും കുഴപ്പമില്ല അമ്മേ. ഇത്രയും ബഹുമാനം ഉണ്ടെന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടമുള്ളത് പറ, എത്ര വിലയായാലും ഞാൻ വാങ്ങിത്തരും. ഭാവനെ, എന്നോട് പറയാൻ അവൾക്ക് മടിയുള്ളതുപോലെ തോന്നുന്നു. നീ അവളുടെ അടുത്തിരുന്ന് അവൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് വയ്ക്ക്. ഞാനിപ്പോ വരാം. പറ വസു, ഏത് കളർ വേണം? എന്താ ഭാവന ഇത്? ഇവിടെ വന്നത് മുതൽ നിന്റെ അമ്മായി ദേഷ്യത്തിലാണല്ലോ. അതൊന്നുമില്ല ചെറിയമ്മേ. അമ്മയ്ക്ക് എല്ലാം കറക്റ്റ് സമയത്ത് നടക്കണം. കാർത്തികയുടെ വീട്ടുകാർ കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ വന്നത്, അതിന്റെ ദേഷ്യത്തിലാ അമ്മ. അവരോടുള്ള ദേഷ്യത്തിന് എന്നോട് ദേഷ്യം കാണിക്കുന്ന എന്തിനാ ചേച്ചി? അമ്മയ്ക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മയ്ക്ക് ആ സ്നേഹം എങ്ങനെ പുറത്ത് കാണിക്കേണ്ടെന്നൊന്നും അറിയില്ല. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ മോളെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണേ. അറിയാതെ ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ചെറിയമ്മേ. ഇപ്പൊ അമ്മ ഇച്ചിരി ദേഷ്യത്തിൽ അത്രേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോ അമ്മയുടെ ദേഷ്യം അങ്ങ് മാറിക്കോളും. നമുക്ക് വേഗം കല്യാണ സാരി സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണം മറ്റു ചടങ്ങുകൾക്കുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കാൻ. ആ, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എല്ലാം കൂടി എവിടെയാ പോയത്?
ഇവൻ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? വസുവിനെ കുറിച്ച് എന്തോ പറയാന്ന് പറഞ്ഞല്ലോ. ഏട്ടത്തിയെ കൂട്ടിക്കൊണ്ടുവന്ന് കാര്യം എന്താന്നറിഞ്ഞാ നന്നായിരിക്കും. അയ്യോ, ഏട്ടത്തി ഒറ്റയ്ക്ക് തന്നെ. എടുത്തി മറ്റേ ആള് അവിടെ നിൽക്കുന്നുണ്ട്. എടുത്തി ഏതാള്? അയാളില്ലേ എടുത്തി, നേരത്തെ വന്ന് വഴക്കുണ്ടാക്കിയില്ലേ? അതിനിപ്പോ നമുക്കെന്താ? വസുവിനെ പറ്റി അവനെന്തോ പറയാമെന്നല്ലേ? എന്താന്ന് അറിഞ്ഞിരിക്കാലോ. വായെടുത്തി. ആ വേണ്ട ഏട്ടത്തി, അഭി എങ്ങാനും അറിഞ്ഞാ മോശമാകും. എന്റെ പൊന്നെടുത്തി, ഇത് അഭിയുടെ നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? ആ മൂർത്തിയുടെ കുടുംബം വസുവിനെ പറ്റി കുറച്ചു കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുണ്ടോന്ന് നോക്കാലോ. വായെടുത്തി, പോയി നോക്കാം. അതല്ല ഏട്ടത്തി. അങ്ങനെ പറയാതെ എടുത്തി. ഇനിയിപ്പോ നമ്മൾ അറിയാത്ത രഹസ്യം വല്ലതുണ്ടെങ്കിലോ? ആർക്കറിയാം? ഇപ്പൊ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. വാ പോകാം. വാ വാ. വാ എടുത്തി, ഞാനല്ലേ ഞാൻ പറയുന്നത്. പറയുന്നത് കേക്ക് ഏട്ടത്തി. ഒരു കുഴപ്പമില്ല എടുത്തി. എവിടെ ഏട്ടത്തി? ഇവിടെ ഉണ്ടായിരുന്ന എടുത്തി. എങ്ങോട്ടാ പോയത്? ആ വായി നോക്കിയുടെ കാൽ ഒരിടത്ത് ഉറച്ചു നിൽക്കില്ലേ? അതുകൊണ്ടോ അവൻ ഇത്രയും വയസ്സായിട്ട് ഒരു കല്യാണം ആവാത്തത്. എവിടെ പോയി തുറഞ്ഞോ എന്തോ. അവനെ നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നത്? വാ പോകാം. കുറച്ചുകൂടി നോക്കാം എടുത്തി. ചിലപ്പോ ഈ വഴി തിരിച്ചു വന്നാലോ. ഷോപ്പിംഗ് മാറ്റിവെച്ചിട്ട് അവന് വേണ്ടി നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നേ? വിട്ടേരെ ഏട്ടത്തി, അവിടെ എല്ലാരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഇങ്ങോട്ട് വാ. ഏട്ടത്തി, ഏട്ടത്തി വിട്ടറ് ഞാൻ വിടാൻ പോകുന്നില്ല എടുത്തി. അയാളെ കണ്ടുപിടിച്ച് എന്താ രഹസ്യം എന്നറിയാതെ ഞാൻ പിടില്ല എടുത്തി. വരിക. വസു, ഈ ഡ്രസ്സും ട്രൈ ചെയ്ത് നോക്ക്. എന്തിനാ മോളെ ഇപ്പൊ ഇതൊക്കെ? കല്യാണ ഡ്രസ്സ് മാത്രം പോരെ? ഈ ഡ്രസ്സ് പാർട്ടിക്കിടാൻ വേണ്ടിട്ടാ ചെറിയമ്മേ. നന്നായിട്ടുണ്ടാവുന്ന ചേച്ചി തന്നെയല്ലേ പറയുന്നത്. ഇനി എന്തിനാ ചേച്ചി ട്രൈ ചെയ്യുന്നേ? ഞാൻ കൊള്ളാന്ന് പറഞ്ഞത് കളറും ഡിസൈനിന്റെ കാര്യത്തിലാ. അളവ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് നോക്കിയാലല്ലേ പറ്റൂ. ഇട്ടിട്ട് വാ വസു. പോ മോളെ. പോയിട്ട് വാ. ഇതെല്ലാം പാക്ക് ചെയ്ത് താഴെ കൊടുത്താൽ മതി. ആന്റി, എന്റെ ഡ്രസ്സെല്ലാം എടുത്തു കഴിഞ്ഞല്ലോ. അവര് തന്നെ കൗണ്ടറിൽ കൊടുത്ത് ബില്ല് ചെയ്തോളും. നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോയാലോ? അഖിൽ, നിനക്കെന്താ ഇത്ര ധൃതി? അല്ല, കാർത്തികയ്ക്ക് കല്യാണ സാരി എടുക്കണ്ടേ, അത് ലേറ്റ് ആവുന്ന കരുതിയാ. മരുമോൻ പറയുന്നതും കറക്റ്റാണ് അമ്പിയെ. എന്താണ് ശരിയെന്ന് എനിക്കറിയാം. കാർത്തിക പ്ലീസ്. മോം, ആന്റി എനിക്ക് വേണ്ടി ഏത് സാരിയാണ് സെലക്ട് ചെയ്തതെന്ന് അറിയില്ല. പോയി നോക്കട്ടെ. ഓക്കെ ബേബി. ബോയ്, ഇതെല്ലാം കെയർഫുൾ ആയി പാക്ക് ചെയ്ത് ബിൽ കൗണ്ടറിൽ ബില്ലിനായിട്ട് കൊടുക്കും. പോവാം. കല്യാണ സാരി സെലക്ട് ചെയ്തോ? ഇല്ല, എടുത്തില്ലമ്മേ. റിസപ്ഷനും ബാക്കിയുള്ള ചടങ്ങിനുള്ള ഡ്രസ്സൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞതെന്താ, നീ ചെയ്യുന്നതെന്താ? കല്യാണ സാരി മാത്രമല്ലേ എടുക്കാൻ പറഞ്ഞത്, എന്നിട്ട് മറ്റുള്ള ഡ്രസ്സും കൂടി എടുക്കണോ? കല്യാണ പെണ്ണിന് ചെറുക്കന്റെ വീട്ടിൽ നിന്ന് കല്യാണ സാരി മാത്രമേ എടുക്കാറുള്ളൂ, അല്ലാതെ എല്ലാം എടുക്കില്ല. അയ്യോ, വസുവിന് വേണ്ടി ഇതെല്ലാം സെലക്ട് ചെയ്തത് ഭാവനയാണെന്നേ ഉള്ളു ചേച്ചി. നിങ്ങൾ കല്യാണ സാരി മാത്രം വാങ്ങിയാൽ മതി. എന്താ ഭാവനെ, കല്യാണ സാരി മാത്രം എടുക്കാൻ പറഞ്ഞ മറ്റുള്ള എല്ലാം കൂടി എടുക്കുവോ? അവളോ വാ തുറന്നൊന്നും പറയുന്നില്ല. നിനക്കെന്ത് പറ്റി? കല്യാണം കഴിഞ്ഞിട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കുവോ? അങ്ങനെയൊന്നും ഇല്ല ചേച്ചി, ആദ്യമായിട്ടല്ലേ, അതുകൊണ്ടുള്ള ഇത്തിരി നാണോ. വസു നന്നായി സംസാരിക്കും ചേച്ചി.
നന്നായിട്ട് സംസാരിക്കുമെന്നാണോ ആവശ്യത്തിൽ കൂടുതലാണോ? കല്യാണ സാരി വേഗം സെലക്ട് ചെയ്യേ. അമ്മേ, എന്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. വസു എടുത്തേക്കും കാർത്തികയ്ക്കും കല്യാണപ്പുടവ് എടുത്തായിരുന്നോ? കണ്ടിട്ട് ഇവരുടെ ഷോപ്പിംഗ് ഇനിയും കഴിഞ്ഞെന്ന് തോന്നുന്നില്ല അഖിൽ. എന്താ ചേച്ചി, നിങ്ങളെല്ലാവരും ഇത്രയ്ക്കങ്ങ് സ്ലോ ആയിരിക്കുന്നേ? ഞങ്ങളെ കണ്ടില്ലേ, ദേ പോയി ദാ വന്നു. പക്ഷെ വന്നപ്പോഴേ ലേറ്റ് ആയിട്ടല്ലേ വന്നത്? എപ്പ വന്നു എന്നതൊരു പ്രശ്നമേ അല്ല ചേച്ചി, എത്ര വേഗത്തിൽ ജോലി തീർത്തു എന്നതിലാണ് കാര്യം. ഞാൻ പറയുന്നത് ശരിയല്ലേ? യു ആർ ആൾവേസ് റൈറ്റ് അംബികെ. എങ്ങനെ സെലക്ഷൻ ചെയ്താലും ശരി, സ്പീഡും പെർഫെക്റ്റും ഉണ്ടായിരിക്കണം. ഞാൻ എന്റെ ഹസ്ബൻഡിനെ 1 മിനിറ്റ് കൊണ്ടാണ് ഓക്കെ ആക്കുന്നത്. എന്റെ ബേബിയും അങ്ങനെ തന്നെയാണ്. അഖിലിനെ കണ്ട ഉടനെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ബട്ട് നിങ്ങൾ ഇത്രയും സ്ലോ ആയിരിക്കുമെന്ന് ഞാനൊരിക്കലും വിചാരിച്ചില്ല. അമ്മ വേഗം കല്യാണപ്പുടവ് സെലക്ട് ചെയ്യേ. ഞാനിപ്പോ വരാമേ. ആന്റി, എനിക്ക് ഏത് സാരിയാ സെലക്ട് ചെയ്തേ? കല്യാണ സാരി എല്ലാം കാണിക്കേ. അവൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കു പാവനെ. നോക്ക് വസു, നിനക്കതിൽ ഏത് സാരി ഇഷ്ടപ്പെട്ടു? അമ്മയ്ക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് തന്നെ തന്നാ മതി. ആ സാരി നല്ല ഭംഗിയുണ്ട്. ഈ നിറം വസുവിന് നന്നായി ചേരും ചേച്ചി, അല്ലേ വസു? നന്നായിട്ടുണ്ടമ്മേ, എനിക്കും ഇഷ്ടപ്പെട്ടു. ഇതെടുത്ത് മാറ്റിവെക്ക്. കാർത്തിക, നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ നോക്ക്. ആ കളർ ഇഷ്ടായില്ല ആന്റി. ആ ഡിസൈൻ അത്ര നല്ലതല്ല. വെയിറ്റ് ആന്റി. മോം, ആന്റിക്ക് നല്ല രീതിയിൽ സാരി സെലക്ഷൻ അറിയില്ലെന്ന് തോന്നുന്നു. മോം സെലക്ട് ചെയ്യൂ. മോം ഏത് സാരി സെലക്ട് ചെയ്താലും ഞാൻ എടുത്തോളാം. ഓക്കെ ബേബി, ഞാൻ നിനക്ക് സാരി സെലക്ട് ചെയ്ത് തരാം. എന്തിനാ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? ചേച്ചി വിഷമിച്ച് എണീറ്റ് പോയത് കണ്ടില്ലേ? അവർക്ക് സെലക്ഷൻ അറിയാത്തതിന് ഞങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? അതുമല്ല, ഞങ്ങള് നിങ്ങളുടെ ടൈപ്പല്ല. ചെറുക്കൻ വീട്ടുകാരെ എന്തു പറഞ്ഞാലും അതിനൊന്നും തലയാട്ടി നിൽക്കില്ല. എന്ത് തന്നാലും അത് വാങ്ങുകയുമില്ല. ഞങ്ങൾക്കായിട്ട് ഒരു ടേസ്റ്റും സ്റ്റാറ്റസും ഉണ്ട്. അതൊക്കെ ഉണ്ടാവും, പക്ഷേ ഇത് അവര് വാങ്ങിത്തരേണ്ടതാണല്ലോ. അവര് സെലക്ട് ചെയ്യുന്നത് തന്നെയാവും നല്ലത്. ദേ നോക്ക്, നിങ്ങളുടെ ജോലി കഴിഞ്ഞല്ലോ അല്ലേ? ഇനി ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യട്ടെ. അങ്ങനെ അല്ല ആന്റി, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു. അവര് സെലക്ട് ചെയ്യുന്നത് എന്റെ ബേബിക്കും ഇഷ്ടപ്പെടണമെന്നില്ലേ? ആ അതെ ചേച്ചി, ആന്റിയുടെ സാരി സെലക്ഷൻസ് എല്ലാം ഓൾഡ് ഫാഷനാ. ആ സാരിയൊന്നും എനിക്ക് മാച്ച് ആവില്ല. മോം പെട്ടെന്ന് സെലക്ട് ചെയ്യൂ. ഓക്കെ ബേബി. എന്നാ ശരി, നിങ്ങള് സാരി സെലക്ട് ചെയ്തോളൂ. ഞാനിപ്പോ പോയി ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാം. അമ്മേ, നീ പേടിക്കണ്ട വസു, ഭാവന ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ പോയി നിന്റെ അമ്മായിയെ സമാധാനപ്പെടുത്തി വിളിച്ചോണ്ട് വരാം.
ഏതവനാടാ ഇത്? എവിടെ നോക്കിയാ നിൽക്കുന്നത്? നിന്റെ എടാ നീ തന്നെടാ? ഇത്രയും നേരമായിട്ട് ഞാൻ നിന്നെ തന്നെയാ നോക്കി നടക്കുന്നേ. ഇപ്പൊ തേടിയ വള്ളി കാലു ചുറ്റിയ മാതിരി നമ്മള് കൂട്ടിയിടിച്ചേടാ. വാടാ പോകാം. എങ്ങോട്ട്? അതൊന്നുമില്ലടാ, നിനക്ക് കുറച്ച് ജോലിയുണ്ട്. എന്ത് ജോലി? അത് പറയാടാ. വാടാ വാ. നിങ്ങളെന്താ എന്നെ വളർത്തി വലുതാക്കിയതുപോലെ വന്ന നേരം മുതൽ വാടാ പോടാന്നൊക്കെ വിളിക്കുന്നേ? വയസ്സിൽ മൂത്തതല്ലേടാ ഞാൻ. അപ്പൊ വാടാന്ന് വിളിക്കുന്നതിന് എന്താ തെറ്റ്? നിങ്ങളെ മോനാണെങ്കിൽ എന്നെ പിടിച്ച് തല്ലുന്നു, നിങ്ങളാണെങ്കിൽ അവകാശം ഏറ്റെടുക്കുന്നു. എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്? നേരത്തെ ബസുവിനെ പറ്റി എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞില്ലേ? അതെന്താണെന്ന് ഏടത്തിന്റെ അടുത്തൊന്ന് പറയ്. അങ്ങനെ പറഞ്ഞതിനാണല്ലോ നിങ്ങളെ മോനെന്റെ മൂക്കടിച്ച് വരുത്തിയത്. ഏട്ടത്തി നിന്നെ അടിക്കില്ലടാ. വേണമെങ്കിൽ നിനക്കൊരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു തരും. നിനക്കറിയാവുന്ന കാര്യങ്ങൾ ഏടത്തിന്റെ അടുത്തൊന്ന് പറ. അവളെ പറ്റി ഒന്നും അറിയാതെയാണോ നിങ്ങൾ അവളെ മരുമകളാക്കാൻ പോകുന്നത്? അങ്ങനെയല്ല, അവര് കുറച്ചു കാര്യമേ പറഞ്ഞുള്ളൂ. നീ എല്ലാ കാര്യം പറ. നീ ഇവിടെ തന്നെ നിക്ക്. ഞാൻ ഏട്ടത്തെയും കൂട്ടി ഇങ്ങോട്ട് വരാം. നീ എവിടേക്കും പോയിക്കളയല്ലേ? ഇവിടെ നിക്ക്. ഇവിടെ നിക്കണം. ഡാ, എങ്ങോട്ടും പോയിക്കളയല്ലേ? ഇവിടെ നിക്കണം. ആ ചേച്ചി എന്താ ഇവിടെ ചെയ്യുന്നേ? വന്നേ, സാരി നോക്കാം. അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ എടുത്തോട്ടെ. വെറുതെ ഞാനെന്തിനാ? മുതിർന്ന ആളല്ലേ, അപ്പൊ ചേച്ചിയില്ലാതെ എങ്ങനെയാ? അവള് കൊച്ചുകുട്ടി, അറിയാതെന്തോ പറഞ്ഞതാ. അതൊന്നും മനസ്സിൽ വെക്കണ്ട ചേച്ചി. ഇതൊന്നും പ്രത്യേകം എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആർക്ക് എന്താണോ ഇഷ്ടം അതുപോലെ നടക്കട്ടെ. എഴുത്തി ഒരു മിനിറ്റ് ഒന്നും കൂടെ വന്നേ. എങ്ങോട്ട് വരാനാ? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, അങ്ങോട്ട് പോവാം. ചേച്ചി സാരി സെലക്ട് ചെയ്യാൻ പോവാ. ആ ജോലിയെല്ലാം നിങ്ങൾ ചെയ്തോ. ഞങ്ങൾ പോയിട്ട് നിങ്ങളെ ജാതകം നോക്കിയിട്ട് വരാം. ജാതകോ? അത് ആർക്കൊക്കെ എന്തൊക്കെ തരം ഡ്രസ്സ് വേണോന്ന് അറിഞ്ഞിരിക്കണല്ലോ. ഓ, എടുത്തി വാ. സുമകലേ, നീ ജയന്തി എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടു പോന്ന്? ഈ ഏട്ടൻ ടൈമിന് കേറി വരുമല്ലോ. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാരി ഉണ്ട് ഏട്ടാ. അത് ഏട്ടത്തി ഒന്ന് കാണിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാ. ആദ്യം കല്യാണ പെൺകുട്ടികൾക്ക് തുണി എടുക്കട്ടെ, അത് കഴിഞ്ഞ് നിനക്കെടുക്കാം. ഡ്രസ്സെല്ലാം എടുത്തു കഴിഞ്ഞോ സുശീല? വാങ്ങിക്കഴിഞ്ഞില്ല ഏട്ടാ. ചേച്ചിയും കൂടി വന്ന് നോക്കിയെടുക്കായിരുന്നു. ജയന്തി, അവരവിടെ കാത്തിരിക്കല്ലേ, നീ ചെല്ല്. വന്നേ ചേച്ചി. നമുക്കിതില്ലേ? ഈ ഏട്ടൻ വന്ന് എല്ലാം കുളമാക്കി. അവനവിടെ ഉണ്ടോ അതോ പോയോ? എവിടെ നിങ്ങളുടെ ചേട്ടത്തി എവിടെ? വരുവടാ, കുറച്ചു നേരം ഇവിടെ നിക്ക്. ഞാനെന്താ ഇവിടുത്തെ വാച്ച്മാനാണെന്ന് വിചാരിച്ചോ? ആദ്യം ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയോ? അടി വാങ്ങിക്കാനല്ലേ? എന്താ? എന്തിനാ വന്നെന്ന് നീ തന്നെയല്ലേ പറയേണ്ടത്? പെണ്ണ് കാണാനായിട്ട്. പെണ്ണിന് വേണ്ടി വെയിറ്റിംഗാ. ഞാൻ 25 വർഷമായിട്ട് വെയിറ്റിംഗില്ല. ഇതുവരെ എനിക്ക് ഒരു ചെറുക്കനെ കിട്ടിയിട്ടില്ല. ഈ വയസ്സിൽ നിങ്ങൾക്ക് ഇനി എന്തിനാ കല്യാണം? എടാ, ഈ പ്രായത്തില് നീ പെണ്ണ് കാണാൻ വന്നില്ലേ? ഞാൻ ആ പ്രായം മുതലേ കാത്തിരിക്കാൻ തുടങ്ങിയതാ. ഇനി ഇതിന് മുകളിലോട്ട് കാത്തിരിക്കുന്നത് വേസ്റ്റ്. അപ്പോ എനിക്ക് കല്യാണം ആവില്ലെന്നാണോ? അങ്ങനെയാണ് നിനക്ക് ആവില്ലടാ. വേണമെങ്കിൽ നീ എന്നെ കെട്ടിക്കോ. അതിലും നല്ലത് ഞാൻ വല്ല ആത്മഹത്യയും ചെയ്ത് ചത്തു പോകുന്നതായിരിക്കും. അവസാനം ഈ വൃത്തിയിട്ടവനെ പോലെ എന്നെ ഇഷ്ടപ്പെടുന്നില്ലേ? എന്റെ തലവിധി, ഇങ്ങനെയൊരു ജീവിതം. ഏട്ടാ, എടുത്തേ. വാവ് ബേബി, ഈ സാരി നിനക്ക് നന്നായിട്ട് മാച്ച് ആവും. അതെ മോം, ഇത് നല്ല ഭംഗിയുണ്ട്. അടിപൊളിയായിട്ടുണ്ട് അബിയെ. സെലക്ഷൻ എന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കണം. അമ്മേ, കല്യാണ സാരി സെലക്ട് ചെയ്തു. എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിയേ. അവൾക്ക് ചേച്ചി തന്നെയല്ലേ സെലക്ട് ചെയ്തത്? ഞങ്ങളുടെ സെലക്ഷൻ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കിക്കേ. ഹൗ ഇസ് ഇറ്റ് ആന്റി? നന്നായിട്ടുണ്ട്. എന്റെ മോമിന്റെ സെലക്ഷൻ ഓൾവേസ് ബെസ്റ്റ് ആന്റി.
എന്താ ഇത്? ഈ കുട്ടി ഒരു മര്യാദയില്ലാതെ സംസാരിക്കുന്നേ. സാരി സെലക്ട് ചെയ്ത് കഴിഞ്ഞോ? കഴിഞ്ഞല്ലോ സുമ സിസ്റ്റർ. അല്ല, നിങ്ങൾക്കും ഒരു സാരി എടുത്തൂടെ? ഇതുവരെ ആരും എന്നോട് ചോദിച്ചില്ല, നിങ്ങൾ മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. എന്താ ഇങ്ങനെ? ഞാൻ വാങ്ങിച്ചോളാം. എന്റെ മക്കളെ കല്യാണത്തിന് ഞാൻ പട്ടുസാരി വാങ്ങാതിരിക്കോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരി എടുത്തോ, എത്ര കോസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഞാൻ പേ ചെയ്തോളാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ ഏട്ടത്തിക്ക് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ അറിയാം. അവര് വാങ്ങിച്ചിരാന്ന് പറയല്ലേ എടുത്തി, പിന്നെ ഏട്ടത്തി എന്തിനാ ഇടയ്ക്ക് കയറുന്നേ? നിങ്ങളെ കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലെന്നല്ല, സുമ എന്റെ സിസ്റ്ററിനെ പോലെയാ. എന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞത്. എന്റെ ഏട്ടത്തി അത് വാങ്ങില്ല. അങ്ങനെ ഞാൻ പറഞ്ഞോ നിങ്ങളോട്? ഞാൻ കൊടുത്താലും വാങ്ങില്ലെന്നാണോ? വാങ്ങിക്കും വാങ്ങിക്കും.